ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ടിപ്സ് അടങ്ങിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇതാട്ടോ, നമ്മുടെ കൈപ്പക്ക വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് കൈപ്പക്ക കൊണ്ട് കഴിക്കാത്ത മക്കളും ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് കഴിച്ചു പോകും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി കൊടുന്ന് ക്ലീനാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വെണ്ടക്ക, അതുപോലെ അതിലേക്കൊരു വലിയ ഉള്ളി, എരിവിനാവശ്യമായ പച്ചമുളക് എന്നിവയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതിയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി അങ്ങനെ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് പാത്രമായാലും നമുക്ക് കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ചട്ടിയിലേക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മുടെ കറിവേപ്പിലൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ ഇതുപോലെ പൊട്ടിച്ച് നമ്മളടുത്ത് തന്നെ കൊടുന്ന് വെച്ചാൽ നമുക്ക് അനുസരിച്ച് അപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിതാ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അതൊരു കൈപ്പക്കയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെ കേട്ടോ. അങ്ങനെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ചെറിയ തീയിൽ വെച്ച്. അപ്പോൾ ഇതാ കുക്ക് ചെയ്തെടുത്തിട്ട് ഈ രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കടുക് ഉലുവയും കൂടെ താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ അടുത്ത് വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതൊക്കെ വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് കേട്ടോ. സമയം ലാഭിക്കാനും അതുപോലെ എപ്പോഴും ടേസ്റ്റിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു വെറൈറ്റി നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ അത് നല്ലതല്ലേ. അങ്ങനെ 2 കപ്പ് റവ, അതിലേക്ക് കുറച്ച് ചോറ് കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്നും ഒരേ ഒരു ഫുഡൊക്കെ ആകുമ്പോൾ മക്കൾക്കൊക്കെ ഒരു മടുപ്പ് വരുമല്ലോ. അങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തേങ്ങ കടിക്കണ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് അരച്ച് കൊടുക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാവുന്ന കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യുക, അതുപോലെ അല്ലെങ്കിൽ നമുക്ക് അപ്പമൊക്കെ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേ ബാറ്ററൊന്ന് അപ്പോൾ ചുട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനൊരു 5 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സ്റ്റൗവിൽ ദോശച്ചട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചുട്ടെടുക്കാവുന്ന കേട്ടോ. കറിയോ ഒന്നും വേണമെന്നില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസ് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് ആയിക്കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അധിക സമയമോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിന് ഈവനിങ്ങിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കറി വേണ്ടാത്തവർക്ക് തുള്ളി ഹണിയോ നമ്മളെ തേനുണ്ടല്ലോ ഒന്ന് ഒറ്റിച്ച് കൊടുത്ത് റോളാക്കിയിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്ന കേട്ടോ. അപ്പോൾ ഓരോ ദോശ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഐറ്റം നമുക്ക് കണ്ടു നോക്കാം. അടുത്ത ഐറ്റം നമ്മളെപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ് നമ്മളെ മക്കളൊക്കെ. അപ്പോൾ മീനൊക്കെ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലൊക്കെ രുചി കൂട്ടാൻ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി നമുക്ക് നല്ലതല്ലേ. അങ്ങനെ ഞാൻ മല്ലിച്ചപ്പ്, പുതിന എടുത്തിട്ടുണ്ട്, അതേപോലെ പച്ചമല്ലി, കുരുമുളക്, വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് തന്നെ പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പിന്നെ അതുപോലെ ചെറിയ ജീരകം, പിന്നെ തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് പുളിക്കാവശ്യത്തിന് തൈര്, പിന്നെ ഇഞ്ചിയുടെ പേസ്റ്റാണ്, പിന്നെ വെളുത്തുള്ളി തൊലിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ പൊടിയുപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ വെച്ചിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ മസാല ഉണ്ടാക്കിയിട്ട്
മീനൊക്കെ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചാൽ നല്ല ടേസ്റ്റായി കേട്ടോ. അപ്പോൾ അതാ നല്ലൊരു ഐറ്റം മീൻ തന്നെയാണ്. കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്തതാണ് കേട്ടോ, വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റും കൂടെ, മസാല പേസ്റ്റും കൂടെ തേച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മീനൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ രുചി കൂട്ടാനും ടേസ്റ്റിനും മക്കൾക്കൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിലൊക്കെ നല്ല പാടാണല്ലോ. അപ്പോൾ ഒരു വെറൈറ്റിയൊക്കെ ഈ രീതിയിലൊക്കെ ഒന്ന് മസാല ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ അടുപ്പിൽ തന്നെയാണ് അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് വേറൊരു ടേസ്റ്റല്ല. അപ്പോൾ അങ്ങനെ ഒരു പാൻ ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ചൂടായ ശേഷം നമുക്ക് മീൻ വെച്ച് പൊരിച്ചെടുക്കാവുന്ന കേട്ടോ. ഈ മീൻ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതാ ഓരോ മീനൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മസാല നല്ലോണം തേച്ച് കൊടുക്കണമെന്നുണ്ട് കേട്ടോ. ഞാൻ അധികം സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വന്നിട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് വലുപ്പമുള്ള സൈസുള്ള മീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പല പല ടിപ്സ് അടങ്ങിയ വീഡിയോസ് ചാനലിലുണ്ട്, കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.